Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1930. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പറശ്ശിനിക്കടവിൽ 22-കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേന്ദ്ര സർവകലാശാല ഇംഗ്ലീഷ് വിഭാഗം പ്രൊഫസർ അറസ്റ്റിൽ. പഴയങ്ങാടി മാടായി എരിപുരം അച്ചൂസ് ഹൌസിൽ ബി ഇഫ്തിഖർ അഹമ്മദിനെയാണ് അറസ്റ്റ് ചെയ്തത്. അന്നൂർ പാടിക്കടവ് പാലം നിർമ്മാണം യാഥാർത്ഥ്യത്തിലേക്ക്. പാലം നിർമ്മാണം ഉടൻ തുടങ്ങുമെന്നും പാലത്തിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയായെന്നും അധികൃതർ. ചെറുവിച്ചേരി പാലത്തിനു സമീപം കണ്ടോന്താറിൽ ശുദ്ധജലമില്ലാത്ത ദുരിത ജീവിതം. കിണറിലെ വെള്ളം കുടിവെള്ളത്തിന് പോലും ഉപയോഗിക്കാനാകാതെ ബുദ്ധിമുട്ടി 3ഓളം കുടുംബങ്ങൾ. അരനൂറ്റാണ്ടായി ചീമേനി ഉത്സവച്ചന്തയിൽ സജീവ സാന്നിധ്യമായി 86-കാരനായ തങ്കപ്പൻ. കാലം മാറിയെങ്കിലും ഇദ്ദേഹത്തിന്റെ മരുന്നു കച്ചവടത്തിന് മാറ്റമില്ല. വിശദമായ വാർത്തകളിലേക്ക്. പറശ്ശിനിക്കടവ് വിസ്മയ പാർക്കിലെ വേവ് പൂളിൽ 22-കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേന്ദ്ര സർവകലാശാല ഇംഗ്ലീഷ് വിഭാഗം പ്രൊഫസർ അറസ്റ്റിൽ. പഴയങ്ങാടി മാടായി എരിപുരം അച്ചൂസ് ഹൌസിൽ ബി ഇഫ്തിഖർ അഹമ്മദിനെയാണ് അറസ്റ്റ് ചെയ്തത്. തിങ്കളാഴ്ച വൈകുന്നേരം പറശ്ശിനിക്കടവ് വിസ്മയ പാർക്കിലാണ് സംഭവം നടന്നത്. പ്രൊഫസർ ഇഫ്തിഖർ അഹമ്മദ് കുടുംബസമേതമാണ് വിസ്മയ പാർക്കിൽ എത്തിയത്. മലപ്പുറം സ്വദേശിനിയും കുടുംബസമേതമാണ് വന്നത്. വേവ് പൂളിൽ വെച്ച് ഇഫ്തിഖർ അഹമ്മദ് യുവതിയെ കയറിപ്പിടിക്കുകയായിരുന്നു. ഇവർ ബഹളം വെച്ചതോടെ പാർക്ക് അധികൃതർ പോലീസിനെ വിവരം അറിയിച്ചു. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം തടയൽ നിയമപ്രകാരമാണ് കേസ്. കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ നഗരസഭയെ തൃക്കരിപ്പൂരുമായി ബന്ധിപ്പിക്കുന്ന കാറമേൽ അന്നൂർ പാടിക്കടവ് പാലം നിർമ്മാണം യാഥാർത്ഥ്യത്തിലേക്ക്. പാലം നിർമ്മാണം ഉടൻ തുടങ്ങുമെന്നും പാലത്തിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയായെന്നും ബ്രിഡ്ജസ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. വർഷങ്ങളുടെ അനിശ്ചിതത്വത്തിനൊടുവിൽ കാറമേൽ അന്നൂർ പാടിക്കടവ് പാലം നിർമ്മാണം യാഥാർത്ഥ്യത്തിലേക്ക്. പയ്യന്നൂർ നഗരസഭയെ തൃക്കരിപ്പൂരുമായി ബന്ധിപ്പിക്കുന്ന നിർദ്ദിഷ്ട പാടിക്കടവ് പാലം നിർമ്മാണം ഉടൻ തുടങ്ങുമെന്നും പാലത്തിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയായതായും ബ്രിഡ്ജസ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. പയ്യന്നൂർ നഗരസഭയിലെ കാറമേൽ അന്നൂർ പ്രദേശങ്ങളെയും തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ ചെറുകാനം എടാട്ടുമൽ പ്രദേശങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാടിപ്പുഴയിൽ പാലം വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. പുഴ കടക്കാനായി ഇരുകരകളിലെയും ജനങ്ങൾ ഉപയോഗിച്ചു വന്നിരുന്ന ഏക ഫൈബർ ബോട്ട് കേടായതോടെയാണ് ഇവിടെ പാലം വേണമെന്ന ആവശ്യം ശക്തമായത്. 1ാം പിണറായി സർക്കാർ പാലം നിർമ്മാണത്തിനായി 5.6 കോടി രൂപയുടെ ഭരണാനുമതിയാണ് നൽകിയിരുന്നത്. എന്നാൽ ടെൻഡർ അടക്കമുള്ള സാങ്കേതിക അനുമതിക്കായി സമർപ്പിച്ചപ്പോഴായിരുന്നു ഉൾനാടൻ ജലഗതാഗത വകുപ്പിന്റെ ഉടക്ക് വന്നത്. കൗവായി ജലപാതയുടെ ഉപപാതയാണ് ഈ പുഴയെന്നും പാലത്തിന്റെ ഉയരം കൂട്ടണമെന്നുമുള്ള ചട്ടമാണ് പാലത്തിന് തടസ്സമായത്. തുടർന്ന് 11.6 കോടിയുടെ പുതുക്കിയ എസ്റ്റിമേറ്റ് സമർപ്പിക്കുകയും ചെയ്തു. ഗവൺമെന്റ് അംഗീകാരം കിട്ടിയ ഉടൻ പാലം നിർമ്മാണം ആരംഭിക്കും. അന്നൂർ, കാറമേൽ, ചെറുകാനം പ്രദേശങ്ങളിലുള്ളവരുടെ കൃഷിസ്ഥലങ്ങൾ ഈ പുഴയുടെ ഇരുകരകളിലുമായിട്ടാണുള്ളത്. പാലം യാഥാർത്ഥ്യമാകുന്നതോടെ കൃഷിക്കാർക്ക് ഇത് വലിയ അനുഗ്രഹമാകും. ശ്രീകൃഷ്ണ MLA ആകുമ്പോഴാണ് ഈ പാലത്തിൻ്റെ പ്രവർത്തനം തുടങ്ങും, ഏതായാലും പാലം ഏതായാലും അനുവദിച്ച് കിട്ടുമെന്ന് പറഞ്ഞത്. അതിനുശേഷം ഇത് മറ്റേ നമ്മളെ TA മധു MLA കൂടെ പരിശ്രമത്തിന് ഫലമായിട്ട് ഇവിടെ പാലം
ഏതായാലും പാസ്സായിട്ടുണ്ട്. അതിനും കുറേ സാങ്കേതിക തടസ്സങ്ങളുണ്ടായി. ഫണ്ട് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടും അതുപോലെ പാലം ആദ്യം എടുത്ത പാലത്തിൻ്റെ ഹൈറ്റ് പോരാ, ടൂറിസവുമായി ബന്ധപ്പെട്ട് അത് കുറച്ചുകൂടി ഹൈറ്റ് കൂടി വേണം എന്ന് പറഞ്ഞ് അങ്ങനെയും സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായി. അതെല്ലാം പരിഹരിച്ചുകൊണ്ടും കൂടുതൽ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടും അവരുടെ പാലം ഇപ്പം പൂർത്തീകരിച്ചിട്ടുണ്ട്. തൃക്കരിപ്പൂർ ചെറുകാനത്തുള്ളവർ കാറമേൽ പാടിയിലെത്താൻ ഇപ്പോൾ കിലോമീറ്ററുകളാണ് സഞ്ചരിക്കുന്നത്. പാലം വന്നാൽ കർഷകർക്കും തൊഴിലാളികൾക്കും വലിയ ഉപകാരമാകും. മാത്രമല്ല അന്നൂർ, കാറമേൽ, വെള്ളൂർ ഭാഗങ്ങളിലുള്ളവർക്ക് തൃക്കരിപ്പൂർ മാർക്കറ്റിലും റെയിൽവേ സ്റ്റേഷനിലും മറ്റുമെത്താൻ വളരെ എളുപ്പവുമാകും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പഴയങ്ങാടി മുട്ടുകണ്ടി റോഡിലെ അനധികൃത പാർക്കിംഗ് യാത്രക്കാർക്ക് ദുരിതം സൃഷ്ടിക്കുന്നു. വാഹനങ്ങൾ അലക്ഷ്യമായി പാർക്ക് ചെയ്യുന്നതായും പരാതിയുണ്ട്. പഴയങ്ങാടി മാർക്കറ്റ് മുട്ടുകണ്ടി റോഡിന് ഇരുവശങ്ങളിലുമായി സ്വകാര്യ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നു. ഇതുവഴി ഏഴോം ഭാഗത്തേക്കുള്ള യാത്രക്കാർക്ക് ഏറെ ദുരിതമാവുകയാണ്. അതിരാവിലെ ഇവിടെ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ രാത്രിയിലാണ് എടുത്തുമാറ്റുന്നത്. മിക്കപ്പോഴും റോഡിലേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലാണ് പാർക്കിംഗ്. അതുകൊണ്ട് തന്നെ ഗതാഗതക്കുരുക്കിനും കാരണമാകുന്നതായി ആക്ഷേപമുണ്ട്. അനധികൃത പാർക്കിങ്ങിനെതിരെ നടപടി വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. പഴയങ്ങാടി മുട്ടുകണ്ടിക്കൽ റോഡിൽ വണ്ടി പാർക്ക് ചെയ്യുന്നതിന് വളരെ ബുദ്ധിമുട്ടുണ്ട്. ജനങ്ങൾക്കും വളരെ അസൗകര്യമുണ്ട്. അതുകൊണ്ട് അതിനുള്ള പോലീസ് എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കണം. ആ പാർക്കിങ്ങിന് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകാനും പറ്റുന്നില്ല. അതുകൊണ്ട് അടിയന്തരമായിട്ട് പോലീസ് ഇടപെട്ട് അതിനുള്ളൊരു ഇത് കാണണം. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ നഗരസഭ കൗൺസിൽ യോഗത്തിൽ ഓഡിറ്റ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. നഗരസഭാ ഭരണത്തിന്റെ പോരായ്മകളാണ് ഓഡിറ്റ് റിപ്പോർട്ടിലെന്ന് ആരോപിച്ച് പ്രതിപക്ഷം യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. പയ്യന്നൂർ നഗരസഭയുടെ 2022-23 വർഷത്തെ കേരള സംസ്ഥാന ഓഡിറ്റ് വകുപ്പിന്റെ ഓഡിറ്റ് റിപ്പോർട്ടാണ് നഗരസഭാ കൗൺസിൽ മുൻപാകെ ഇന്ന് അവതരിപ്പിച്ചത്. അവതരണത്തിനും തുടർന്ന് നടന്ന ചർച്ചയ്ക്കും ശേഷമാണ് പ്രതിപക്ഷാംഗങ്ങൾ യോഗം ബഹിഷ്കരിച്ചത്. ചപ്പാരപ്പടവ് കുടിവെള്ള പദ്ധതി ഉൾപ്പെടെ മുടങ്ങിക്കിടക്കുന്നതിനു കാരണം നഗരസഭാ ഭരണത്തിന്റെ കെടുകാര്യസ്ഥിതിയാണെന്ന് പ്രതിപക്ഷ നേതാവ് KK ഫൽഗുനൻ ആരോപിച്ചു. അത് ഒരു രൂപയുടേതാകാം, ലക്ഷങ്ങളുടേതാകാം, കോടികളുടെ എത്രയാണെന്ന് അറിയില്ല. അവ്യക്തത നിലനിൽക്കുന്നില്ല. ആസ്തി രജിസ്റ്റർ പൂർത്തിയായിട്ടില്ല. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പയ്യന്നൂർ നഗരസഭ പോലുള്ള വലിയ നഗരസഭ ഒട്ടനവധി കോടികളുടെ ആസ്തികൾ ഉള്ള ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ ഇതിൻ്റെ ആസ്തി രജിസ്റ്ററുകളെല്ലാം കൃത്യമായി അപ്ഡേറ്റ് ചെയ്ത് വെക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ നഗരസഭയുടെ അഡ്മിനിസ്ട്രേഷൻ്റെ ഇങ്ങനെയുണ്ട്. അതൊരു പൂർണ്ണമായി പരാജയമാണ്. ഞാൻ ഇതിനെക്കുറിച്ച് ഇന്നലെ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ മെമ്പർ എന്ന നിലയിൽ കൂടി അതിൽ വന്ന പരാമർശങ്ങൾ ഇതൊക്കെ ഞാൻ കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കിയപ്പോൾ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്ത്, ഭരണരംഗത്ത് ഒരു വലിയ തകർച്ച, അല്ലെങ്കിൽ ഒരു ശൂന്യത, അല്ലെങ്കിൽ ഒരു നിഷ്ക്രിയത്വം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതിന് മറ്റൊരു ഉദാഹരണത്തിൻ്റെ ആവശ്യമില്ല. അത്രയും വലിയൊരു വീഴ്ചയാണ് ഈ രംഗത്തൊക്കെ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ചപ്പാരപ്പടവിൽ പ്രശ്നങ്ങൾ പരിഹരിച്ച് ബണ്ട് നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ടെന്ന് നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത മറുപടി പറഞ്ഞു. കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടും അതുപോലെ തന്നെ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ടിട്ടും ഒക്കെയായിട്ടുള്ള പ്രധാനപ്പെട്ട മേജർ പ്രൊജക്റ്റുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതിൻ്റെ നടപടിക്രമങ്ങൾ നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് പരിഹാരം കാണേണ്ട വിഷയങ്ങളാണ്. ആ വിഷയങ്ങളിൽ MLA എന്നുള്ള നിലയിലൊക്കെ തന്നെ ബന്ധപ്പെട്ട് പരിഹാരം കാണുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ച് വരുന്നുണ്ട് എന്നുള്ളത് അറിയാം. സ്ത്രീ പദവി പഠന റിപ്പോർട്ടിന്റെ അവതരണവും യോഗത്തിൽ നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കണ്ടൽ വനവൽക്കരണം നടത്തി പടന്ന MRV ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റ് ഈ വർഷം പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന സമൃദ്ധി 2024 പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. പടന്ന VKP ഖാലിദ് ഹാജി മെമ്മോറിയൽ MRV ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ ഓറാട്ടുപുഴയിൽ കണ്ടൽ വനവൽക്കരണം നടത്തി. ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം ഈ വർഷം പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന സമൃദ്ധി 2024 പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകനും പ്രാദേശിക കാർഷിക ശാസ്ത്രജ്ഞനുമായ PV ദിവാകരൻ ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം സ്വന്തമായി ചെയ്യുന്ന ജീവനം പദ്ധതി പ്രകാരം 300 കണ്ടൽ തൈകളും വിത്തുകളും ഈ പ്രവർത്തനത്തിനായി സംഭാവനയും ചെയ്തു. ഏർപ്പുഴ പരിസരത്ത് 1000 കണ്ടൽക്കാടുകൾ വച്ചുപിടിപ്പിക്കുക എന്ന ലക്ഷ്യത്തിന്റെ ആദ്യ ചുവടായാണ് പ്രവർത്തനം സംഘടിപ്പിച്ചത്. തുടർന്ന് വളണ്ടിയർമാരിൽ
പരിസ്ഥിതി സംരക്ഷണ അവബോധം സൃഷ്ടിക്കുകയും അവരെ അതിന് പ്രാപ്തരാക്കുകയും ചെയ്യുന്നതിനായി നമ്മുടെ ഭൂമി നമ്മുടെ ഭാവി എന്ന വിഷയത്തിൽ സെമിനാറും സംഘടിപ്പിച്ചു. നാഷണൽ സർവീസ് സ്കീം പ്രോഗ്രാം ഓഫീസർ സജീവ് വടവന്തൂർ സ്വാഗതം പറഞ്ഞു. പ്രിൻസിപ്പൽ പി ഈശ്വരൻ നമ്പൂതിരി, ഹെഡ്മാസ്റ്റർ MC ശിഹാബ്, PTA പ്രസിഡന്റ് TKM മുഹമ്മദ് റഫീഖ്, സീനിയർ അസിസ്റ്റന്റ് VKP അബ്ദുൽ ജലീൽ, നാഷണൽ സർവീസ് സ്കീം ഉപദേശക സമിതി അംഗങ്ങളായ ഇബ്രാഹിം തട്ടാണിച്ചേരി, EP പ്രകാശൻ, സ്റ്റാഫ് സെക്രട്ടറി T വിനീത് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കിണറിലെ വെള്ളം കുടിവെള്ളമായി ഉപയോഗിക്കാനാകാതെ ബുദ്ധിമുട്ടുകയാണ് കണ്ടോന്താറിലെ 3ഓളം കുടുംബങ്ങൾ. ചെറുവച്ചേരി പാലത്തിന് സമീപത്തുള്ള കുടുംബങ്ങളാണ് ശുദ്ധജലമില്ലാതെ ദുരിതമനുഭവിക്കുന്നത്. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ 2ാം വാർഡിൽപ്പെട്ട കണ്ടോന്താർ ചെറുവച്ചേരി പാലത്തിന് സമീപത്തെ 3ഓളം കുടുംബങ്ങളാണ് ശുദ്ധജലമില്ലാതെ ബുദ്ധിമുട്ടിലായിരിക്കുന്നത്. വണ്ണാത്തിപ്പുഴയുടെ സമീപവാസികളായ ഇവരുടെ കിണറിലെ വെള്ളം ഇപ്പോൾ ഉപയോഗയോഗ്യമല്ല. കടുത്ത വേനലിൽ പുഴയിൽ വെള്ളം വറ്റുന്ന സമയം കിണറിലെ വെള്ളം കുറയുകയും ഉപയോഗശൂന്യമാവുകയും ചെയ്യുകയാണ്. വേനൽക്കാലമാകുമ്പോൾ വെള്ളത്തിന്റെ നിറം മാറി രുചി വ്യത്യാസവും ദുർഗന്ധവുമുള്ളതായി തീരുന്നതിനാൽ നിത്യോപയോഗത്തിന് ശുദ്ധജലമില്ലാതെ ബുദ്ധിമുട്ടുകയാണിവർ. പുഴയോരത്ത് താമസിക്കുന്ന 3ഓളം കുടുംബങ്ങളാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. എനിക്ക് വെള്ളത്തിന് ഭയങ്കര വിഷമാണ്. കെട്ടിക്കൊണ്ടുവരേണ്ട ശേഷിയില്ല. 77 വയസ്സായി. കിണറിലെ വെള്ളം മഹാമോശം. 1 മാസമായി ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. ആരോട് പറഞ്ഞാലും സമാധാനമില്ല. എമ്പറോട് പറഞ്ഞാൽ ആരോട് പറഞ്ഞാലും അതിനൊന്നും. കഴിഞ്ഞ വർഷമേ ഞാൻ വെള്ളത്തിന് അവരോട് ആവശ്യപ്പെട്ട് അവർ തന്നില്ല. എപ്പം കൂടി വെള്ളത്തിനും കൊടുത്തിട്ട് ഇതായിരുന്നു. ഇപ്പോഴും വെള്ളം ഇങ്ങനെ കഷ്ടപ്പെട്ട് എങ്ങനെയോ എടുത്തെങ്കിൽ ഇത്തിരി കൊണ്ടുവന്നിട്ട് കഴിച്ചു കൂട്ടുന്നു, ഇത്ര മാത്രം. നേരത്തെ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈൻ ഒരു വീട്ടിൽ സ്ഥാപിച്ചതിനാൽ വെള്ളം ലഭിച്ചിരുന്നു. എന്നാൽ 2 മാസമായി വെള്ളം ലഭിക്കുന്നില്ലെന്ന് വീട്ടുകാർ പറയുന്നു. ഇതിനു മുമ്പേ നമ്മൾ ജലജീവൻ മിഷന്റെ പൈപ്പ് ലൈൻ എടുത്തിരുന്നു. ആദ്യമൊക്കെ വെള്ളം കിട്ടിയിരുന്നു. ഇപ്പോൾ 2 മാസത്തോളമായിട്ട് അതിൻ്റെ എല്ലാ ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെടുകയും പറയുകയും ചെയ്തു. അവർ വരികയോ നമുക്ക് അതിൻ്റെ വെള്ളം എത്തിച്ചു തരികയോ ചെയ്യുന്നില്ല. ഇന്ന് രാവിലെയും കൂടി ഞാൻ അവരുമായിട്ട് വിളിച്ച് സംസാരിച്ചിരുന്നു. അവരെ വശത്തു നിന്ന് യാതൊരു റെസ്പോൺസും ഉണ്ടാകുന്നില്ല. കിണറിലെ വെള്ളമാണെങ്കിൽ വളരെ ഉപയോഗശൂന്യമായിരിക്കുകയാണ്. നമുക്ക് പ്രാഥമിക ആവശ്യത്തിന് പോലും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിന് കാര്യമായ രീതിയിൽ എന്തെങ്കിലും ചെയ്തു തരണമെന്നാണ് പറയുന്നത്. കിണർ വെള്ളമില്ലാത്തതിനാൽ കുപ്പിവെള്ളം വാങ്ങി ഉപയോഗിക്കേണ്ട അവസ്ഥയിലാണിവർ. ബന്ധപ്പെട്ട അധികൃതർ എത്രയും പെട്ടെന്ന് തന്നെ കുടിവെള്ളം എത്തിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. മഴയെത്തും മുമ്പ് ഓവുചാൽ നിർമ്മിച്ചില്ല എങ്കിൽ കരിവെള്ളൂർ EV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനം വെള്ളത്തിൽ മുങ്ങും. ഇതോടെ ഇവിടെ എത്തുന്ന കുട്ടികൾ ദുരിതക്കയത്തിലാകും. മൈതാനത്ത് വെള്ളം കയറുന്ന പ്രശ്നത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ടെങ്കിലും സ്ഥിതി ഇക്കുറി തികച്ചും വ്യത്യസ്തമാണ്. സർവീസ് റോഡും പ്രധാന പാതയും മൈതാനത്തേക്കാൾ വളരെ ഉയരത്തിലാണ്. അതുകൊണ്ട് തന്നെ മഴ പെയ്താൽ വെള്ളം മുഴുവൻ ഈ മൈതാനത്തിലേക്കാണ് എത്തുക. അത് ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് ഇടവരുത്തും. സ്കൂൾ ഓഡിറ്റോറിയവും ഭക്ഷണശാലയുമൊക്കെ ഈ ഭാഗത്താണ്. മൈതാനത്തിന്റെ കിഴക്കുഭാഗത്തുണ്ടായിരുന്ന മതിൽ ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി പൊളിച്ചു നീക്കി. ദേശീയപാതയുടെ അതിർത്തി കൃത്യമായി രേഖപ്പെടുത്താൻ കഴിയാത്തതിനാൽ സ്കൂൾ അധികൃതർക്ക് മതിൽ പുനർനിർമ്മിക്കാനും കഴിഞ്ഞിട്ടില്ല. ഈ ഭാഗത്ത് ഓവുചാൽ നിർമ്മിച്ചാൽ മാത്രമേ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമാവുകയുള്ളൂ. മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഓവുചാലുകൾ നിർമ്മിച്ചപ്പോൾ ഈ ഭാഗം ഒഴിവാക്കുകയായിരുന്നു. ഓവുചാൽ അടിയന്തരമായി നിർമ്മിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ പോകാൻ പറ്റാത്ത അവസ്ഥയായി മാറിയില്ല. ഈ റോഡിൻ്റെ സ്ഥിതി വളരെ ദയനീയ സ്ഥിതിയാണ്. ഒരു സൗകര്യം വേഗം തന്നെ ഉണ്ടാക്കേണ്ടതാണ് ഓവുചാൽ താഴേക്കുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. അരനൂറ്റാണ്ടായി ചീമേനി ഉത്സവച്ചന്തയിൽ സജീവ സാന്നിധ്യമാണ് 86-കാരനായ തങ്കപ്പൻ. മരുന്നു കച്ചവടക്കാരനായ ഇദ്ദേഹം ചീമേനിയിലെ ഉത്സവച്ചന്തയിൽ ആദ്യമെത്തുന്ന കാലത്ത് ചന്തയിൽ ഏതാനും കടകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. കാലം മാറിയെങ്കിലും ഇദ്ദേഹത്തിന്റെ കച്ചവടത്തിന് മാറ്റമില്ല. ചീമേനി ഉത്സവച്ചന്തയിൽ അരനൂറ്റാണ്ട് തികച്ച് തങ്കപ്പൻ. 86 വയസ്സുകാരനായ തങ്കപ്പൻ കോവിഡിന് ഉത്സവം ഒഴിവാക്കിയ സമയമൊഴിച്ച് എല്ലാ വർഷവും മുടങ്ങാതെ ചീമേനിയിലെ ഉത്സവത്തിന് കച്ചവടത്തിനായി എത്താറുണ്ട്. ആദ്യം വരുന്ന കാലത്ത് ചീമേനിയിലെ ചന്തയിൽ 4-5 കച്ചവടക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും കാട് നിറഞ്ഞ സ്ഥലമായിരുന്നു ഇതെന്നും തങ്കപ്പൻ ഓർത്തെടുക്കുന്നു. അക്കാലങ്ങളിൽ ഇവിടെ എത്താൻ ഏറെ ബുദ്ധിമുട്ടിയിരുന്നതായും ഇദ്ദേഹം പറയുന്നു. മരുന്ന് കച്ചവടമാണ് തങ്കപ്പന്. സിദ്ധവൈദ്യമാണെന്നാണ് തങ്കപ്പൻ അവകാശപ്പെടുന്നത്. കക്കുംകായ്, സമുദ്രപ്പഴം, കല്ലുവാഴക്കുരു, പീനാറി ഇങ്ങനെ പോകുന്നു തങ്കപ്പന്റെ മരുന്നുകളുടെ പേര് വിവരങ്ങൾ. 15ാമത്തെ വയസ്സിൽ മരുന്ന് വിൽപ്പനയ്ക്ക് ഇറങ്ങിയതാണ്
തങ്കപ്പൻ. ഒരു 50-55 കൊല്ലമായി ഇവിടെ വരുമ്പോൾ ഒരു കാട് പോലെ കിടന്ന സ്ഥലങ്ങളാണ്. ഒരു 15 വയസ്സിൽ സിദ്ധവിധി പ്രകാരം അങ്ങനെ പോയത്. എൻ്റെ ഗുരു മധുരക്കാരനാണ്, അയാൾ മരിച്ചുപോയി. അങ്ങനെ മക്കളെയൊക്കെ പഠിപ്പിച്ച് അങ്ങനെ കഴിഞ്ഞു പോണു. എഴുത്തും വായനയുമൊന്നും അറിയില്ലെങ്കിലും ചെയ്യുന്ന തൊഴിലിനോടുള്ള സത്യസന്ധതയാണ് കൈമുതൽ. തലശ്ശേരിയിലാണ് ഇദ്ദേഹത്തിൻ്റെ വീട്. കേരളത്തിലെ മുക്കിലും മൂലയിലുമുള്ള പ്രധാനപ്പെട്ട ഉത്സവ സ്ഥലങ്ങളിലെല്ലാം തങ്കപ്പൻ എത്തുന്നു 85 വയസ്സിലും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കേരള ആരോഗ്യ സർവകലാശാല സംസ്ഥാന അത്ലറ്റിക് മീറ്റ് മെയ് 20 മുതൽ 22 വരെ പരിയാരത്ത് നടക്കും. തെരഞ്ഞെടുക്കപ്പെട്ട 1000-ൽ പരം അത്ലറ്റുകളാണ് സംസ്ഥാന ഇന്റർസോൺ അത്ലറ്റിക് മീറ്റിൽ വിവിധ മത്സരങ്ങളിലായി മാറ്റുരക്കുന്നത്. ഉഷ്ണതരംഗത്തെ തുടർന്ന് മാറ്റിവെച്ച കേരള ആരോഗ്യ സർവകലാശാല സംസ്ഥാനതല ഇന്റർസോൺ അത്ലറ്റിക് മീറ്റ് മെയ് 20 മുതൽ 22 വരെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സിന്തറ്റിക് ട്രാക്കിൽ നടക്കുമെന്ന് സംഘാടക സമിതി ചെയർമാൻ എം വിജിൻ MLA, ജനറൽ കൺവീനർ ഡോക്ടർ ടി കെ പ്രേമലത എന്നിവർ അറിയിച്ചു. കഴിഞ്ഞ ദിവസം ചേർന്ന സംഘാടക സമിതി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളുടെയും വിവിധ സബ് കമ്മിറ്റി ഭാരവാഹികളുടെയും ജീവനക്കാരുടെ സംഘടനാ ഭാരവാഹികളുടെയും കോളേജ് യൂണിയൻ ഭാരവാഹികളുടെയും യോഗത്തിൽ അത്ലറ്റിക് മീറ്റ് നടത്തുന്നതിലെ ക്രമീകരണം ആലോചിച്ചതായും ഇവർ അറിയിച്ചു. ഇതുപ്രകാരം രാവിലെ 6:30 മുതൽ 11 മണി വരെയും ഉച്ചയ്ക്ക് ശേഷം 3 മണി മുതൽ 6:30 വരെയുമാണ് മത്സരം നടക്കുക. ഒരേ സമയം 1/2 ഡസനോളം ഇനങ്ങളിലെ മത്സരങ്ങൾ നടക്കുന്ന വിധത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. നിലവിൽ അത്യാവശ്യം വേനൽമഴ ലഭിച്ച സാഹചര്യത്തിലും പുതിയ അധ്യയന വർഷത്തിനും മൺസൂൺ ആരംഭത്തിനു മുമ്പ് അത്ലറ്റിക് മീറ്റ് നടത്തി തീർക്കേണ്ടതുണ്ട് എന്നതിനാലുമാണ് പൊതുവിൽ സൂര്യതാപം കടുക്കുന്ന 11 മണി മുതൽ 3 മണി വരെയുള്ള സമയം ഒഴിവാക്കി മെയ് മാസത്തിൽ തന്നെ മത്സരങ്ങൾ ക്രമീകരിച്ചത്. ഇക്കാര്യം സർവകലാശാല അധികൃതർ അംഗീകരിച്ചതായും സംഘാടക സമിതി ഭാരവാഹികൾ പ്രസ്താവനയിൽ പറഞ്ഞു. കേരള ആരോഗ്യ സർവകലാശാലയ്ക്കു കീഴിൽ വരുന്ന മെഡിക്കൽ, ദന്തൽ, ആയുർവേദ, ഹോമിയോ, നഴ്സിംഗ്, ഫാർമസി, പാരാമെഡിക്കൽ, മറ്റ് അനുബന്ധ കോഴ്സ് സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 1000-ൽ പരം അത്ലറ്റുകളാണ് സംസ്ഥാന ഇന്റർസോൺ അത്ലറ്റിക് മീറ്റിലെ വിവിധ മത്സരങ്ങളിലായി മാറ്റുരയ്ക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പൂരക്കളി, മറത്തുകളി കലാരംഗത്ത് 3 പതിറ്റാണ്ട് കാലത്തോളമായി സജീവ സാന്നിധ്യമായ മോനാച്ചയിലെ എം പ്രമോദ് പണിക്കർക്ക് പട്ടും വളയും പണിക്കർ പദവിയും നൽകി ആദരിച്ചു. ഇളമ്പച്ചി താഴക്കാട്ട് മനയിൽ നടന്ന ചടങ്ങിലാണ് ആദരവ് നടന്നത്. കണ്ണമംഗലം കഴകത്തിന്റെ നേതൃത്വത്തിൽ ഇളമ്പച്ചി താഴേക്കാട്ടുമനയിൽ നടന്ന ചടങ്ങിലാണ് ആദരവ് നടന്നത്. താഴേക്കാട്ടുമനയിലെ ശ്രീധരൻ കുട്ടിക്കാരനവർ പ്രമോദിന് പട്ടും വളയും കൈമാറി പണിക്കരെന്ന പദവിയും 3 തവണ വിളിച്ചോതി. തുടർന്ന് കണ്ണമംഗലം ക്ഷേത്രത്തിൽ തിരിച്ചെത്തിയ ക്ഷേത്രസംഘം അരങ്ങിലടിയന്തരത്തിനു ശേഷം പണിക്കരെ മോനാച്ചിയിലെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ക്ഷേത്രം സ്ഥാനികർ, ഭാരവാഹികൾ, വിവിധ ക്ഷേത്രങ്ങളിലെ ക്ഷണിക്കപ്പെട്ട അതിഥികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു കുറേ ഇതുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ വള നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് 2 വാക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ വള എല്ലാ ശില്പികൾക്കും ഈ പൂരക്കളി പണിക്കാർക്ക് കൊടുക്കുന്ന വള നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അത് മുള്ളൂരിലെ ഒരു പട്ടുവം വളപ്പിൽ ജനാർദ്ദനൻ എന്ന് പറഞ്ഞ അയാൾ പ്രത്യേക ഒരു പ്രാഗൽഭ്യം, ഇതിന് മാത്രം പ്രാഗൽഭ്യം നേടിയ ഒരാളാണ്. രാമായണം ആണ് അതിൽ കൊത്തിയിരിക്കുന്നത് ആ വളയിൽ. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ജീവിതത്തിൽ ആദ്യമായി വിളവെടുത്ത തോട്ടത്തിൽ നിന്ന് തന്നെ തണ്ണിമത്തൻ കഴിച്ച സന്തോഷത്തിലാണ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ. പഞ്ചായത്ത് മെമ്പർ കൂടിയായ ഫരീദ ബീവിയുടെ തണ്ണിമത്തൻ കൃഷി വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയതായിരുന്നു അദ്ദേഹം. പാട്ടത്തിനടുത്ത സ്ഥലത്ത് തണ്ണിമത്തൻ കൃഷി ചെയ്ത് 100 മേനി വിളവെടുത്ത് തൃക്കരിപ്പൂർ പഞ്ചായത്ത് മെമ്പർ ഫരീദ ബീവി. തൃക്കരിപ്പൂർ ഫാർമേഴ്സ് സഹകരണ ബാങ്ക് ഹെഡ് ഓഫീസ് പരിസരത്ത് 2 മാസം മുമ്പാണ് ഫരീദ ബീവി 50 സെന്റോളം ഭൂമിയിൽ നിലമൊരുക്കി വിത്തനങ്ങളായ തണ്ണിമത്തൻ, വെണ്ട, കടല, ചോളം എന്നിവയുടെ കൃഷി ആരംഭിച്ചത്. എന്നും വെളുപ്പിന് പറമ്പിലെത്തുന്ന ഫരീദ ബീവി വെള്ളമൊഴിച്ച് ചെടികളെ പരിപാലിച്ചാണ് മടങ്ങുക. വലിയ വലുപ്പമൊന്നും ലഭിച്ചില്ലെങ്കിലും വിളവെടുപ്പിന്റെ ഭാഗമായ തണ്ണിമത്തന് നല്ല നിറവും രുചിയും ലഭിച്ചു എന്നത് വിളവെടുപ്പിനെത്തിയവരെ സംതൃപ്തരാക്കി. തൃക്കരിപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ തണ്ണിമത്തൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. ജീവിതത്തിൽ ആദ്യമായാണ് വിളവെടുത്ത തോട്ടത്തിൽ നിന്നും തണ്ണിമത്തൻ കഴിക്കുന്നതെന്ന് പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. കർഷകയും പഞ്ചായത്ത് മെമ്പറുമായ ഫരീദ ബീവി, ഫായിസ് ബീരിച്ചേരി, CDS ചെയർപേഴ്സൺ M മാലതി,
ബാങ്ക് പ്രസിഡന്റ് വി വിജയൻ, കൃഷി ഓഫീസർ റെജീന, കൃഷി അസിസ്റ്റന്റ് സതീശൻ, ജബ്ബാർ, റഹ്മത്ത് എന്നിവർ വിളവെടുപ്പിൽ പങ്കുചേർന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ചന്തപുര വണ്ണാത്തിക്കടവ് പഴയ പാലവും റോഡും കാട് കയറുന്നു. ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും ഇത് ദുരിതമായി മാറുകയാണ്. ചന്തപുര വണ്ണാത്തിക്കടവിൽ പുതിയ പാലം വന്നതോടുകൂടി പഴയ പാലവും റോഡും കാടുകയറാൻ തുടങ്ങി. ചന്തപുര ഭാഗത്ത് നിന്ന് മാതമംഗലം ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ പഴയ പാലം വഴി തന്നെയാണ് ഇപ്പോഴും കടന്നു പോകുന്നത്. എന്നാൽ കാട് വളർന്ന റോഡിലേക്കും പാലത്തിലേക്കും തങ്ങി നിൽക്കുന്നതിനാൽ അപകട ഭീഷണി സൃഷ്ടിക്കുകയാണ്. വലിയ മരച്ചില്ലകളും പാലത്തിൽ മുള്ളുൾപ്പെടെയുള്ളവയുമാണ് റോഡിലേക്ക് തള്ളി നിൽക്കുന്നത്. കാൽനട യാത്രക്കാർ ഈ റോഡിനെയാണ് ഇപ്പോഴും ആശ്രയിക്കുന്നത്. എന്നാൽ ഇവർക്കും കാട് വളർന്നത് ബുദ്ധിമുട്ടായി മാറിയിരിക്കുന്നു. വാഹനങ്ങൾ വരുമ്പോൾ സൈഡിലേക്ക് മാറി നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. മഴ വന്നാൽ ഇവ പെട്ടെന്ന് വളരാനും സാധ്യതയുണ്ട്. അതിനാൽ എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട അധികൃതർ കാട് വെട്ടിത്തെളിക്കുന്നതിനുള്ള നടപടികൾ എടുക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ചെറുതാഴം പഞ്ചായത്ത് കുടുംബശ്രീ CDS സർഗോത്സവം അരങ്ങ് 2024 പിലാത്തറ സംഘം ഓഡിറ്റോറിയത്തിൽ വച്ച് നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് M. ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. പിലാത്തറ സംഘം ഓഡിറ്റോറിയത്തിൽ നടന്ന ചെറുതാഴം പഞ്ചായത്ത് കുടുംബശ്രീ CDS സർഗോത്സവം അരങ്ങ് 2024 പഞ്ചായത്ത് പ്രസിഡന്റ് M. ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കേരളത്തിലെ മുഴുവൻ സ്ത്രീകളെയും കുടുംബശ്രീ അംഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിപുലമായിട്ടുള്ള കലാ സാംസ്കാരിക പരിപാടികൾ കുടുംബശ്രീ മിഷനും സംസ്ഥാന ഗവൺമെൻറ്റും ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അത് താഴെത്തലം മുതൽ ADS മുതൽ ആരംഭിച്ച് ADS, CDS, അതുപോലെ തന്നെ പിന്നീട് ബ്ലോക്ക് തലത്തിൽ, അത് കഴിഞ്ഞ് ജില്ലാതലം, സംസ്ഥാന തലത്തിലുള്ള കലാപരിപാടികളിപ്പോൾ കാലിക്കടവിൽ വെച്ച് നടത്തുന്നതിന് വേണ്ടി സംസ്ഥാന മിഷൻ ഇതിനകം തന്നെ തീരുമാനമെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സമൂഹത്തിലെ നമുക്കറിയാം ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ജനസംഖ്യയിൽ കൂടുതൽ സ്ത്രീകളാണ്. ആ സ്ത്രീകളുടെ അവരുടെ എല്ലാവിധത്തിലുള്ള കഴിവുകളെയും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ സർഗോത്സവം കൊണ്ട് നമ്മുടെ പൊതുവിൽ തന്നെ ആഗ്രഹിക്കുന്നത്. വൈസ് പ്രസിഡന്റ് PP രോഹിണി അധ്യക്ഷത വഹിച്ചു. CP ഷിജു, TV ഉണ്ണികൃഷ്ണൻ, MD സബിത, U രാമചന്ദ്രൻ, ദിലീപ് പുത്തലത്ത്, E വസന്ത തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. രോഗപ്രതിരോധ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി തൃക്കരിപ്പൂർ പഞ്ചായത്തിൽ 4 ദിവസം നീണ്ടുനിന്ന ശുചിത്വ ക്യാമ്പയിൻ നടത്തി. ആദ്യം സ്വന്തം വീട് എന്ന മുദ്രാവാക്യവുമായാണ് ശുചീകരണ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത്. ശുചീകരണ പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുൻപായി വിപുലമായ യോഗം വിളിച്ചുകൂട്ടിയാണ് പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകിയത്. ഭരണസമിതി അംഗങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ, ജീവനക്കാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഹരിതകർമ്മസേനാംഗങ്ങൾ, കുടുംബശ്രീ അംഗങ്ങൾ, മറ്റു തൊഴിലാളികൾ, വ്യാപാരി വ്യവസായി അംഗങ്ങൾ, NSS പ്രവർത്തകർ, സന്നദ്ധ സംഘടനകൾ എന്നിവരെയൊക്കെ അണിനിരത്തിയാണ് വിപുലമായ ശുചിത്വ ക്യാമ്പയിന് പഞ്ചായത്ത് രൂപം നൽകിയത്. 373 കുടുംബശ്രീ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ 9000 വീടുകൾ ആദ്യം സ്വന്തം വീട് എന്ന മുദ്രാവാക്യവുമായാണ് ശുചീകരണ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത്. 2ാം ദിവസം 21 വാർഡുകളിലെയും ഡ്രൈനേജുകളും തെരുവുകളും ശുചീകരിച്ചു. 3ാം ദിവസം 21 വാർഡുകളിലെ ജലാശയങ്ങളും തോടുകളും പുഴകളും കുളങ്ങളും ശുചീകരിക്കുന്ന പ്രവർത്തനം നടത്തി. 4ാം ദിവസം ടൗൺ ശുചീകരിക്കുന്ന പ്രവർത്തനവും നടത്തി. ശുചീകരണവുമായി ബന്ധപ്പെട്ട് എല്ലാ വിഭാഗം ജനങ്ങളുടെയും പൂർണ്ണ സഹകരണമാണ് ലഭിച്ചതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കരിവെള്ളൂർ A1 ക്ലബ് ആൻഡ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ മഞ്ഞണി പൂനിലാവ് P. ഭാസ്കരൻ അനുസ്മരണം സംഘടിപ്പിച്ചു. A1 ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ VK സുരേഷ് ബാബു അനുസ്മരണ ഭാഷണം നടത്തി. കരിവെള്ളൂർ A1 ക്ലബ് ആൻഡ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ മഞ്ഞണി പൂനിലാവ് P. ഭാസ്കരൻ അനുസ്മരണം A1 ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടന്നു. VK സുരേഷ് ബാബു അനുസ്മരണ ഭാഷണം നടത്തി. NK വാസുദേവൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സതീശൻ പറ്റുവ, P. വിജയകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് P. ഭാസ്കരന്റെ ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് കരിവെള്ളൂരിലെ ഗായകർ അവതരിപ്പിച്ച പാട്ടിന്റെ പാലാഴി കരോക്കെ ഗാനമേളയും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.
പൂരക്കളി മറുത്തുകളി പണ്ഡിതൻ കുണിയൻ സി പ്രകാശൻ പണിക്കരെ രാമന്തളി കുറുവന്തട്ട കഴകം പൂമാല ഭഗവതി ക്ഷേത്രം പട്ടും വളയും നൽകി ആദരിച്ചു. രാമന്തളി ശങ്കരനാരായണ ക്ഷേത്രത്തിൽ വച്ച് ശങ്കരനാരായണൻ തിരുവമ്പ് പട്ടും വളയും നൽകി. പൂരക്കളി മറുത്തുകളി പണ്ഡിതൻ കുണിയൻ പ്രകാശൻ പണിക്കരെ രാമന്തളി കുറുവന്തട്ട കഴകം പൂമാല ഭഗവതി ക്ഷേത്രം പട്ടും വളയും നൽകി ആദരിച്ചു. രാമന്തളി ശങ്കരനാരായണ ക്ഷേത്രത്തിൽ വെച്ച് ശങ്കരനാരായണൻ തിരുമുമ്പ് പട്ടും വളയും നൽകി. തുടർന്ന് കോവപ്പുറം കുളിയാടത്തിന് സമീപം നടന്ന അനുമോദന സമ്മേളനം കൊയോങ്കര ഭാസ്കരൻ പണിക്കർ ഉദ്ഘാടനം ചെയ്തു. തെക്കുംപാട് സംഘം പ്രസിഡന്റ് സി ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. എ കെ കുഞ്ഞിരാമൻ പണിക്കർ, പി പി പുരുഷോത്തമൻ, അറുമാടി നാരായണൻ, ടി ചന്ദ്രൻ, എം ധനഞ്ജയൻ, കെ ദിവ്യ തുടങ്ങിയവർ സംസാരിച്ചു. പൂരക്കളി കലാകാരൻ കൂളിയാടത്ത് പ്രിയേഷിനെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. പാടിയോട്ടുചാൽ തീമേരി BLM കോളേജിന്റെ നേതൃത്വത്തിൽ പുതുതായി ആരംഭിക്കുന്ന 4 വർഷ ഡിഗ്രി പ്രോഗ്രാമിനെ കുറിച്ചുള്ള സൗജന്യ ഓറിയന്റേഷൻ ക്ലാസ് മെയ് 15 ബുധനാഴ്ച രാവിലെ 10 മണി മുതൽ ചെറുപുഴ പ്രശാന്ത് ഓഡിറ്റോറിയത്തിൽ വച്ച് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. പാടിയോട്ടുചാൽ തിമിരി BLM കോളേജിന്റെ നേതൃത്വത്തിൽ പുതിയതായി ആരംഭിക്കുന്ന 4 വർഷ ഡിഗ്രി പ്രോഗ്രാമിനെ കുറിച്ചുള്ള സൗജന്യ ഓറിയന്റേഷൻ ക്ലാസ് മെയ് 15 ബുധനാഴ്ച രാവിലെ 10 മണി മുതൽ ചെറുപുഴ പ്രശാന്ത് ഓഡിറ്റോറിയത്തിൽ നടക്കും. കണ്ണൂർ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പർ പ്രമോദ് വെള്ളച്ചാൽ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബോർഡ് മെമ്പർ ഡോക്ടർ സന്തോഷ് കുമാർ വള്ളിക്കാട് തുടങ്ങിയവർ ക്ലാസുകൾ കൈകാര്യം ചെയ്യും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ബീന മാത്യു, വൈസ് പ്രിൻസിപ്പൽ നിത്യ നായർ, രമേശൻ ചൂരൽ, സുഗതൻ, അനിൽ മാത്തിൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. പെരളം ശ്രീ നെല്ലിയോട്ട് ഭഗവതി വെരീക്കര ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് ഭക്തി നിർഭരമായ തുടക്കം. മെയ് 18 ശനിയാഴ്ച ക്ഷേത്ര പ്രതിഷ്ഠാ ദിനം വിവിധ ക്ഷേത്ര പൂജകളോടെ തന്ത്രി ബ്രഹ്മശ്രീ കാളകാട്ടിലത്ത് നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കും. ബ്രഹ്മശ്രീ പെരിക്കമന ശ്രീനാഥ നമ്പൂതിരി മുഖ്യ ആചാര്യനായാണ് പാരായണം നടത്തുന്നത്. 4ാം ദിനമായ ചൊവ്വാഴ്ച ഗജേന്ദ്രമോക്ഷം മുതൽ ശ്രീകൃഷ്ണ അവതാരം വരെയുള്ള ഭാഗങ്ങൾ വായിച്ചു. ബുധനാഴ്ച വൈകിട്ട് രുക്മിണി സ്വയംവര ഘോഷയാത്ര നടക്കും. മെയ് 17 വരെ യജ്ഞഭാഷണം ഉണ്ടാകും. മെയ് 18 ശനിയാഴ്ച ക്ഷേത്ര പ്രതിഷ്ഠാദിനം വിവിധ പൂജകളോടെ തന്ത്രി ബ്രഹ്മശ്രീ കാളകാട്ടിലത്ത് നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മാടായി BRC മാടായി ഉപജില്ല അധ്യാപക സംഗമം മാടായിയിൽ നടന്നു. DPO രാജേഷ് കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. പുതിയ പാഠ്യപദ്ധതികളെക്കുറിച്ച് അധ്യാപകർക്ക് അറിവ് നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. മാടായി ഉപജില്ലയിലെ 3 സ്കൂളുകളിലായാണ് പരിശീലനം നടന്നത്. പൊതുവിദ്യാലയങ്ങളെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ 333 ബാച്ചുകളിലായിട്ട് 13,709 അധ്യാപകരാണ് ഈ പരിശീലനത്തിൽ പങ്കെടുക്കുന്നത്. പ്രധാനമായും മാറിയ പാഠ്യപദ്ധതി എങ്ങനെ കുട്ടികളിലേക്ക് എത്തിക്കാം എന്നതിനെ സംബന്ധിച്ചുള്ള ധാരണയും ഒക്കെ പകരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പരിശീലനം ലക്ഷ്യം വെക്കുന്നത്. 12ഓളം മേഖലകൾ ഈ പരിശീലനത്തിൻ്റെ ഭാഗമായി അധ്യാപകരുമായിട്ട് സംവദിക്കുകയാണ്. പൊതുവിദ്യാഭ്യാസ രംഗത്ത് നാം കൈവരിച്ച മികവുകൾ, ഒപ്പം ഇനി അങ്ങോട്ട് കൈവരിക്കാനുള്ള നേട്ടങ്ങൾ, ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മികച്ച ഒരു പരിശീലനമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് അധ്യാപകർക്ക് നൽകുന്നത്. മാടായി AEO PK ഭാർഗവൻ, T ഗുണേശൻ, K ഹൈമ, സുബൈർ, വിനോദ് കുമാർ MV എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ആയന്നൂർ ശ്രീ ശിവക്ഷേത്രം ധ്വജപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവം അന്നദാനത്തിന് ജനത്തിരക്കേറുന്നു. 5 ദിവസങ്ങളിലായി നടക്കുന്ന മഹോത്സവത്തിന്റെ എല്ലാ ദിവസവും 3 നേരവും ഭക്ഷണ വിതരണമുണ്ട്. ആയന്നൂർ ശിവക്ഷേത്രത്തിൽ ധ്വജപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിനോടനുബന്ധിച്ച് 15 ദിവസങ്ങളിലായി നടക്കുന്ന അന്നദാനത്തിൽ ദിനംപ്രതി എത്തുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്.
ക്ഷേത്രം പ്രസിഡന്റ് രവീന്ദ്രൻ വാഴക്കോടനും സംഘവുമാണ് ഭക്ഷണം പാകം ചെയ്യുന്നത്. മോശമല്ലാത്ത രീതിയിലുള്ള ജനപങ്കാളിത്തം അന്നദാനത്തിന് ഉണ്ട്. വരുന്ന എല്ലാവരെയും നല്ല രീതിയിൽ അന്നം കൂട്ടി ഭഗവാന്റെ കടാക്ഷത്തിന് അനുഗ്രഹീതരാകുന്നതിനാണ് നമ്മുടെ ക്ഷേത്ര കമ്മിറ്റി തീരുമാനിച്ചത്. അതെല്ലാം തീരുമാനപ്രകാരം തന്നെ മോശമല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ജനങ്ങൾ സഹകരിക്കുന്നുണ്ട്. ആ രീതിയിൽ തന്നെ അന്നദാനം നടന്നു പോകുന്നുണ്ട്. രാവിലെ ഉപ്പുമാവും ചായയും ഉച്ചയ്ക്കും വൈകുന്നേരവും വിഭവസമൃദ്ധമായ സദ്യയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം മാതൃസമിതി അംഗങ്ങളുടെ നിസ്വാർത്ഥ സേവനവുമുണ്ട്. ഭക്ഷണം കഴിച്ച പാത്രവുമായി എത്തുന്നവരുടെ പാത്രം വാങ്ങി കഴുകി വൃത്തിയാക്കുന്നതും ഭക്ഷണം തയ്യാറാക്കാൻ സഹായിക്കുന്നതും ഇവരാണ്. ആയനൂർ മാതൃസമിതിക്കാരെ അമ്പലത്തിന്റെ എല്ലാ പരിപാടികൾക്കും സജീവമായ പങ്കാളിത്തം വഹിക്കുന്നുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ട്, നല്ല രീതിയിൽ പോകുന്നുണ്ട്. എല്ലാ കൂട്ടായ്മ നന്നായിട്ട് എല്ലാ കൂട്ടായ്മയാണ് നടക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പറശ്ശിനിക്കടവിൽ 22-കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേന്ദ്ര സർവകലാശാല ഇംഗ്ലീഷ് വിഭാഗം പ്രൊഫസർ അറസ്റ്റിൽ. പഴയങ്ങാടി മാടായി എരിപുരം അച്ചൂസ് ഹൌസിൽ ബി ഇഫ്തിഖർ അഹമ്മദിനെയാണ് അറസ്റ്റ് ചെയ്തത്. അന്നൂർ പാടിക്കടവ് പാലം നിർമ്മാണം യാഥാർത്ഥ്യത്തിലേക്ക്. പാലം നിർമ്മാണം ഉടൻ തുടങ്ങുമെന്നും പാലത്തിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയായെന്നും അധികൃതർ. ചെറുവിച്ചേരി പാലത്തിനു സമീപം കണ്ടോന്താറിൽ ശുദ്ധജലമില്ലാത്ത ദുരിത ജീവിതം. കിണറിലെ വെള്ളം കുടിവെള്ളത്തിന് പോലും ഉപയോഗിക്കാനാകാതെ ബുദ്ധിമുട്ടി 3ഓളം കുടുംബങ്ങൾ. അരനൂറ്റാണ്ടായി ചീമേനി ഉത്സവച്ചന്തയിൽ സജീവ സാന്നിധ്യമായി 86-കാരനായ തങ്കപ്പൻ. കാലം മാറിയെങ്കിലും ഇദ്ദേഹത്തിന്റെ മരുന്നു കച്ചവടത്തിന് മാറ്റമില്ല. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.